വിശേഷം? എല്ലാവരും സുഖം തന്നെയല്ലേ? ഞാനിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഐസ്ക്രീമാണ്, അതായത് വാനില ഐസ്ക്രീം. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നമ്മൾ ഐസ്ക്രീമാണ് ഉണ്ടാക്കാൻ പോകുന്നത്, ഇൻഗ്രീഡിയൻസും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഐസ്ക്രീം ആക്ച്വലി ഞാൻ ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ട്. കറിവേളിൻ്റെ 100ാമത്തെ എപ്പിസോഡിൽ ബട്ടർ സ്കോച്ച് ഐസ്ക്രീം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് വാനില ഐസ്ക്രീം തന്നെയാണ്. പക്ഷേ ഒരുപാട് പേര് ആ വീഡിയോ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നത്, കാരണം ഇപ്പോഴും എനിക്ക് മെസ്സേജസും റിക്വസ്റ്റും വരുന്നുണ്ട് വാനില ഐസ്ക്രീമിൻ്റെ റെസിപ്പിക്കായിട്ട്. അപ്പോൾ ഞാൻ കരുതി എത്ര വേഗം നിങ്ങൾക്ക് ഒന്ന് വീഡിയോ ഇടാം, കാരണം നാട്ടിലെ പിള്ളേർക്ക് വെക്കേഷനാണ്, മാത്രമല്ല ചൂട് സമയമാണ്, അപ്പോൾ ഐസ്ക്രീം ഒക്കെ കഴിക്കാൻ പറ്റിയ സമയമാണ്. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഐസ്ക്രീമാണ്. മെയിനായിട്ട് 2 ഇൻഗ്രീഡിയൻസ് മാത്രം മതി, അതായത് ക്രീമും അതുപോലെ തന്നെ കണ്ടൻസ്ഡ് മിൽക്കും. അപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, ഈ വിപ്പിംഗ് ക്രീം അല്ലാതെ സാധാരണ നമ്മൾ കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ക്രീം വെച്ചിട്ട് ഐസ്ക്രീം ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യം. തീർച്ചയായിട്ടും പറ്റും, പക്ഷേ ഞാനതിൻ്റെ റെസിപ്പി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ മുഴുവൻ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടില്ല. അപ്പോൾ 100% ഓക്കെ ആകുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാം. അപ്പോൾ തൽക്കാലം നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള ഈ ഐസ്ക്രീം തയ്യാറാക്കി നോക്കുക. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. ഒട്ടും താമസിക്കാണ്ട് എങ്ങനെയാണ് ടേസ്റ്റി ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള വാനില ഐസ്ക്രീം നമുക്ക് തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ വാനില ഐസ്ക്രീം ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു വലിയ പാത്രം, ക്രീം ബീറ്റ് ചെയ്യാനുള്ളൊരു പാത്രം എടുക്കുക. അപ്പോൾ ഈ പാത്രം ഞാൻ ഓവർനൈറ്റ് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ പാത്രം തണുപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ബീറ്ററിൻ്റെ ബ്ലേഡും. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇതേപോലത്തെ ഹാൻഡ് ബീറ്റർ ഇല്ല എന്നുണ്ടെങ്കിൽ സാധാരണ വിസ്ക് ഉപയോഗിച്ചിട്ടും ചെയ്യാം, പക്ഷേ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഇതേപോലത്തുള്ള ഇലക്ട്രിക് ബീറ്ററാണ് ഏറ്റവും നല്ലത്. ഞാനിവിടെ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ ഒരു പാത്രത്തിൽ കുറച്ച് ഐസ് എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പാത്രം എപ്പോഴും നല്ല കൂളായിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ഈ വിപ്പിംഗ് ക്രീം വിപ്പായി കിട്ടും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ നമുക്ക് വേണ്ടത് വിപ്പിംഗ് ക്രീം. ഇപ്പോൾ ഞാൻ ഇവിടെ പക്കിൻ്റെയാണ് വാങ്ങിച്ചിരിക്കുന്നത്. അതേസമയം അമൂലിൻ്റെയും അതുപോലെ തന്നെ ഒരുപാട് ബ്രാൻഡ് അവൈലബിൾ ആണ്. വിപ്പിംഗ് ക്രീമാണ് ഈ പെർട്ടിക്കുലർ റെസിപ്പിക്ക് നമുക്ക് വേണ്ടത്. വിപ്പിംഗ് ക്രീം ഇല്ലാതെ സാധാരണ രീതിയിലുള്ള ക്രീം വെച്ചിട്ടും നമുക്ക് ചെയ്യാം. അതിൻ്റെ റെസിപ്പി ഞാൻ തീർച്ചയായിട്ടും വേറെ ദിവസം കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാനത് റെസിപ്പി ട്രൈ ചെയ്ത് വരുന്നതേ ഉള്ളൂ. 100% സക്സസ് ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് ഞാൻ എടുത്തിരിക്കുന്നത് 500 ml ആണ്, അതായത് 1/2 ലിറ്ററിൻ്റെ വിപ്പിംഗ് ക്രീം. അപ്പോൾ നമുക്ക് ഇനി ഇത് വിപ്പ് ചെയ്തെടുക്കാം. നമ്മുടെ പാത്രം നല്ല ക്ലീൻ ആയിരിക്കാൻ ശ്രദ്ധിക്കുക, അതായത് ഒരു ഓയിലിൻ്റെ അംശങ്ങളൊന്നും പാടില്ല. നല്ല ക്ലീൻ ആൻഡ് നീറ്റായാൽ മാത്രമാണ് ക്രീം വിപ്പ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കിതിലോട്ട്, അത് മാത്രമല്ല ഈ ക്രീം ഫ്രിഡ്ജിലാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. നല്ല തണുത്ത ക്രീമാണ്. റൂം ടെമ്പറേച്ചറിലുള്ള ക്രീം വിപ്പ് ചെയ്താൽ പെട്ടെന്ന് വിപ്പ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നല്ല തണുപ്പിച്ച ക്രീമാണ് ഒഴിക്കേണ്ടത്. ഒഴിച്ചു കൊടുക്കുക. ഹെവി ക്രീമും നമുക്ക് ഉപയോഗിക്കാം, അതുപോലെ തന്നെ വിപ്പിംഗ് ക്രീമും നമുക്ക് ഉപയോഗിക്കാം. അതിൽ എത്രയാണ് അടങ്ങിയിരിക്കുന്ന ഫാറ്റിൻ്റെ പെർസെൻറ്റേജ് അനുസരിച്ചാണ് നമുക്ക് വിപ്പ് ചെയ്യാൻ പറ്റുമോ വിപ്പ് ചെയ്യാൻ പറ്റില്ല എന്ന് അറിയാൻ പറ്റുക. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഒഴിച്ചതിന് ശേഷം ഇതിൽ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ഇതിലിവിടെ എഴുതിയിട്ടുണ്ട് 34% ആണ് ഇതിൽ അടങ്ങിയിരിക്കുന്ന ഫാറ്റിൻ്റെ കണ്ടൻറ്റ്. വിപ്പിംഗ് ക്രീമും ഹെവി ക്രീമും ഒക്കെ നമുക്ക് വിപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് മാർക്കറ്റിൽ പോകുമ്പോൾ ഇതുപോലെ ക്രീം വാങ്ങിക്കാൻ പോകുമ്പോൾ നോക്കുക ഇതിൽ അടങ്ങിയിരിക്കുന്ന ഫാറ്റിൻ്റെ കണ്ടൻറ്റ് എത്രയാണെന്നുള്ള കാര്യം. അപ്പോൾ മിനിമം നമുക്ക് 30+ ഉണ്ടെങ്കിൽ മാത്രം, 30% മേലെ ഫാറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതുപോലെ വിപ്പ് ചെയ്തെടുത്തിട്ട് നല്ല പീക്സ് നമുക്ക് വരുത്താൻ പറ്റുള്ളൂ കേട്ടോ. ക്രീം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിനെ വിപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്നത് കെൻവുഡിൻ്റെ ബീറ്ററാണ്. അപ്പോൾ അതിൽ 1 to 6 എന്നുള്ള റേഞ്ചിലാണ് സ്പീഡിൻ്റെ കൺട്രോൾ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ 1-ൽ ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് ബീറ്റ് ചെയ്യും. അതിനുശേഷം സ്പീഡ് പതുക്കെ കൂട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യമേ തന്നെ നമ്മൾ 6-ൽ ഇട്ട് കൊടുക്കാൻ പാടില്ല, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക കേട്ടോ. നമുക്കിനി ബീറ്റ് ചെയ്യാൻ തുടങ്ങാം. ഞാനിപ്പോൾ ഇതൊരു 3 മിനിറ്റ് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ചെറുതായിട്ട് ഒന്ന് തിക്കായി വരുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ഏത് പാത്രത്തിൽ എടുത്തു കഴിഞ്ഞാലും നമ്മുടെ ബീറ്ററിൻ്റെ ബ്ലേഡ് അറ്റ്ലീസ്റ്റ് ഹാഫ് ഭാഗമെങ്കിലും ബീറ്ററിൻ്റെ ബ്ലേഡ് ആ ക്രീമിലോട്ട് താഴ്ന്നിരിക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ ഒരുപാട് സമയം എടുക്കും. ഫുള്ളായിട്ട് താഴാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ കുറച്ചും കൂടെ കുഴിയുള്ള പാത്രം എടുത്താൽ മതിയാവും. അപ്പോൾ എനിക്ക് എൻ്റെ ബ്ലേഡ് ഹാഫ് പോർഷൻ വരെ നമ്മുടെ ക്രീമിൽ ഡിപ്പ് ചെയ്തിരിക്കുന്നുണ്ട് കേട്ടോ. ഒരു 4 മിനിറ്റ് അടിച്ചപ്പോൾ കുറച്ച് തിക്നെസ് വന്നിട്ടുണ്ട്. ഇനി ഒരു 2-3 മിനിറ്റ് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സ്റ്റിഫായിട്ടുള്ള പീക്സ് നമുക്ക് വരാൻ തുടങ്ങും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആദ്യമേ തന്നെ ഹൈ സ്പീഡിലിട്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ല. മീഡിയം സ്പീഡിലാണ് ഞാനിപ്പോൾ ഇടുന്നത്. ആദ്യം മിനിമം ആയിരുന്നു, പിന്നെ മീഡിയം സ്പീഡിലോട്ട് കൂട്ടി ഈ ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം കുറച്ചും കൂടെ ഒന്നാക്കി കഴിഞ്ഞാൽ റെഡിയാവുന്നതാണ്. ഇനി ശ്രദ്ധിക്കുക, ഓവറായിട്ട് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം പിരിഞ്ഞു പോകും. അതെപ്പോഴും ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് ഈ ഒരു കൺസിസ്റ്റൻസി, ഒരു ഇച്ചിരി തിക്കായിട്ടുള്ള, അതായത് ഇപ്പോൾ ഒരു തൈരിൻ്റെ കൺസിസ്റ്റൻസിയിൽ എത്തിയിട്ടുണ്ട്. ഈ തൈരിൻ്റെ കൺസിസ്റ്റൻസി എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ച് മാത്രം ബീറ്റ് ചെയ്യാൻ പാടുള്ളൂ, ഓവർ ബീറ്റ് ചെയ്യരുത് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇപ്പോഴത്തെ കൺസിസ്റ്റൻസി കണ്ടില്ലേ? ഈ ഒരു കൺസിസ്റ്റൻസി എത്തിയിട്ടുണ്ട്. നമുക്ക് 1 മിനിറ്റ് കൂടെ ആയി കഴിഞ്ഞാൽ ഇത് ഏകദേശം റെഡി ആവും കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ക്രീം ഇപ്പോൾ ഇത് കിട്ടിയിട്ടുണ്ട്. നമ്മളിങ്ങനെ എടുക്കുകയാണെങ്കിൽ
നല്ല തിക്കായിട്ട് സ്പൂണിൽ നിന്ന് വീഴില്ല, അതുപോലെ തന്നെ ഇരിക്കും. അതാണ് അതിന് വേണ്ട കറക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ നിർത്തുക. കാരണം ഇനി നമ്മൾ ബീറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇതങ്ങ് പിരിഞ്ഞു പോകും. ഓക്കെ, അതെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ ആ തൈര് പോലുള്ള കൺസിസ്റ്റൻസി നമുക്ക് ആയിക്കഴിഞ്ഞാൽ പിന്നെ ശ്രദ്ധിച്ച് വേണം വിപ്പ് ചെയ്തെടുക്കാൻ. അതല്ലാന്നുണ്ടെങ്കിൽ അതങ്ങ് നമ്മൾ ഓവർ സ്പീഡ് ആയിക്കഴിഞ്ഞാൽ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അങ്ങ് പിരിഞ്ഞു പോവും, പിന്നെ ചെയ്തത് മുഴുവനും വെള്ളത്തിലാവും. അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആയിക്കഴിഞ്ഞാൽ നിർത്തുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള കണ്ടൻസ്ഡ് മിൽക്കും അതുപോലെ തന്നെ വാനില എസൻസും ചേർത്ത് കൊടുക്കുക. വേറെ ഒന്നും നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നില്ല. ആകപ്പാടെ ഇത്ര മാത്രമേ ഉള്ളൂ, ഒരു നുള്ളു ഉപ്പും. ഓക്കെ, ഒരു നുള്ളു ഉപ്പ് ചേർക്കുകയാണ്. ഉപ്പ് എപ്പോഴും ശ്രദ്ധിക്കുക. അല്പം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അല്പം മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. അത് പതുക്കെ അങ്ങ് ഫോൾഡ് ചെയ്തെടുക്കണം. അതൊക്കെ ഒരു സൈഡിൽ മാത്രമാവാൻ പാടില്ല, എല്ലാ ഭാഗത്തും എത്തിയെന്ന് ഉറപ്പ് വരുത്തുക. അതുപോലെ തന്നെ വാനില എസൻസ് ഒരുപാടാവാൻ പാടില്ല, 1 ടീസ്പൂൺ മാത്രം ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മളിതിൽ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കണ്ടൻസ്ഡ് മിൽക്കാണ്. ഇത് ഞാനിപ്പോൾ 397 ഗ്രാമിൻ്റെ കണ്ടൻസ്ഡ് മിൽക്കാണ് വാങ്ങിച്ചിരിക്കുന്നത്. അത് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് എത്ര മധുരം വേണം അത്ര മധുരമാവുമ്പോൾ നമുക്ക് മതിയാക്കുക. അതായത് ഓരോരുത്തർക്കും ഓരോ രീതിയായിരിക്കും മധുരത്തിൻ്റെ അളവ്. അപ്പോൾ ചിലർക്ക് ഐസ്ക്രീമിന് നല്ല മധുരം വേണം, ചിലർക്ക് അധികം മധുരം പാടില്ല. അപ്പോൾ എനിക്കൊരു മീഡിയം മധുരമാണ് എപ്പോഴും ഇഷ്ടം. അതുകൊണ്ട് ഞാൻ മുഴുവനും ചേർക്കുന്നില്ല, ചെറിയൊരു പോർഷൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കുക. ഓവറായിട്ട് അങ്ങ് മിക്സ് ചെയ്യാൻ പാടില്ല. നമ്മുടെ കേക്കൊക്കെ മിക്സ് ചെയ്യുന്ന പോലെ തന്നെ ഫോൾഡ് ചെയ്ത് അങ്ങനെ എടുത്താൽ മതി. അതല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ? ഐസ് ക്രിസ്റ്റൽസ് ഫോം ചെയ്യും ഓവറായിട്ട് അങ്ങ് മിക്സ് ആയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് മെതുവെ അങ്ങ് മിക്സ് ചെയ്ത് നമ്മൾ ചേർത്തിരിക്കുന്ന വാനില എസൻസും അതുപോലെ തന്നെ ഉപ്പും ഇപ്പോൾ ചേർത്തിരിക്കുന്ന കണ്ടൻസ്ഡ് മിൽക്കും അങ്ങ് പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കുക. ഫോൾഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുന്നതിനാണ് ഫോൾഡ് ചെയ്യാന്ന് പറയുന്നത്. ഇങ്ങനെ കാണിച്ച് മിക്സ് ചെയ്യാൻ പാടില്ല എന്നർത്ഥം. എല്ലാ ഭാഗത്തേക്കും എത്തിന്ന് ഉറപ്പ് വരുത്തുക. എന്നിട്ട് ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. എന്നിട്ട് മധുരം എങ്ങനെയാണെന്ന് നോക്കിയതിന് ശേഷം പതുക്കെ ഇതിലേക്കുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ചും കൂടെ ആവാം, കാരണം തണുത്ത് കഴിഞ്ഞാൽ കുറച്ച് മധുരം കുറയും. അപ്പോൾ ഒരു ഇച്ചിരി നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള മധുരത്തിൻ്റെ ഒരു അല്പം മുന്നിട്ട് നിൽക്കണം. അപ്പോഴാണിത് തണുക്കുമ്പോൾ കറക്റ്റ് മധുരമായിട്ട് മാറുക കേട്ടോ. കുറച്ചും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, ഇനി മതിയാകും. ഇപ്പോൾ വാനില എസൻസിൻ്റെ ആ ഫ്ലേവർ ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ വാനില ഐസ്ക്രീം ആയതുകൊണ്ട് വാനിലയുടെ ഫ്ലേവർ അറിയണം. ഇത് എളുപ്പമാണ് ഉണ്ടാക്കാൻ. കുട്ടികൾക്ക് അമ്മയെ നാളെ ഐസ്ക്രീം വേണമെന്ന് പറയുമ്പോൾ നമുക്ക് രാത്രി തന്നെ ഉണ്ടാക്കി അങ്ങ് ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ രാവിലെ ആകുമ്പോഴേക്കും ഐസ്ക്രീം റെഡി ആയിട്ടുണ്ടാവും. ആ ഫ്രീസിങ് ടൈം മാത്രമേ ഉള്ളൂ. പണ്ട് ചിലർ പറയാറുണ്ട് ഇത് എടുത്തിട്ട് വീണ്ടും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം എന്ന്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്കിത് വൺസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതങ്ങനെ കറക്റ്റ് ആയിക്കോളും. ഒന്ന് എടുത്ത് ബീറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശരിക്കും പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഐസ്ക്രീമിൻ്റെ അതേ ടേസ്റ്റ് തന്നെയുള്ളതാണ്. ഞാനിതിന് മുമ്പ് കാണിച്ചിരുന്നില്ലേ ബട്ടർ സ്കോച്ച് ഐസ്ക്രീം, അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ പലരും അത് ശ്രദ്ധിച്ചിട്ടില്ല, പലരും ആ വീഡിയോ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഒരുപാട് റിക്വസ്റ്റ് വരാൻ തുടങ്ങിയപ്പോഴാണ് ഇത് വാനില ഐസ്ക്രീം മാത്രമായിട്ട് നിങ്ങൾക്കൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇനി അതിൻ്റെ ടേസ്റ്റ് ഒന്ന് ഞാൻ നോക്കട്ടെ. എനിക്ക് മധുരം പെർഫെക്റ്റാണ്, എല്ലാം പെർഫെക്റ്റാണ്. എന്താ പറയുക, ആ ഒരു വാനിലയുടെ ഫ്ലേവർ ഉണ്ട്, ഒരു അല്പം ഉപ്പുണ്ട്. ഉപ്പെന്ന് പറഞ്ഞാൽ അറിയില്ല കേട്ടോ, അത് ഞാൻ മധുരത്തിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ കറക്റ്റായിട്ട് ശരിക്കും 1/2 കപ്പാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് കണ്ടൻസ്ഡ് മിൽക്ക്. അപ്പോൾ 200 ഗ്രാമാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആ മധുരത്തിൽ മാറ്റം വരുത്താം. നമ്മൾ പഞ്ചസാരയിൽ ചേർക്കുന്നില്ല, ഓൺലി മധുരത്തിന് കണ്ടൻസ്ഡ് മിൽക്ക് മാത്രമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഏത് പാത്രത്തിലാണോ നിങ്ങൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് ആ പാത്രത്തിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ഗ്ലാസിൻ്റെ ഒരു കണ്ടെയ്നർ എടുത്തിട്ടുണ്ട്, നമുക്കതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ തൈര് വാങ്ങിക്കുന്ന പാത്രം കഴുകിയിട്ട് അതിൽ വെച്ച് കൊടുത്താലും മതി. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഐസ്ക്രീമിൻ്റെ ഒരു കണ്ടെയ്നറിൽ ഇടുന്ന പോലെ ഫീലിംഗ് വരും. എസൻസൊക്കെ ഞാൻ എപ്പോഴും ഫോസ്റ്റർ ക്ലാക്സിൻ്റെയാണ് വാങ്ങിക്കാറ്. ഇതിപ്പോൾ നമ്മൾ 500 ml ക്രീമിൻ്റെ അളവാണേ. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഡബിളാക്കിയാൽ മതി. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ സാധാരണ തിക്ക് ക്രീം വെച്ചിട്ട് ഐസ്ക്രീം ഉണ്ടാക്കാനുള്ള പരീക്ഷണം ഞാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സക്സസ് ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ റെസിപ്പി നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ചിലർ പറയാറുണ്ട് നാട്ടിൽ അവൈലബിൾ അല്ല ഈ വിപ്പിംഗ് ക്രീം എന്നുള്ള കാര്യം. അതുകൊണ്ട് തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് ശരിയായി കഴിഞ്ഞാൽ അത്രയും പെട്ടെന്ന് ഞാൻ ഇടാം. ഇപ്പോൾ കംപ്ലീറ്റ് ഇത് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കങ്ങ് ക്ലോസ് ചെയ്ത് വെക്കാം. മൊത്തത്തിലുള്ള ഐസ്ക്രീം പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലിംഗ് റാപ്പ് എടുക്കുക. ആ ക്ലിംഗ് റാപ്പ് ഇതിൻ്റെ മുകളിൽ ഒന്ന്
വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഐസ് ക്രിസ്റ്റൽസ് ഫോം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ സാധാരണ രീതി ഞാൻ വെച്ചിട്ടില്ലെങ്കിലും ഐസ് ക്രിസ്റ്റൽസ് വരാറില്ല. എന്നാൽ പോലും ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മളങ്ങനെ ചെയ്യുന്നു എന്ന് മാത്രം. അപ്പോൾ ജസ്റ്റ് ഈ കംപ്ലീറ്റ് പാത്രം അങ്ങ് റാപ്പ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മൂടി വെച്ച് അങ്ങ് മൂടിയാൽ മതി. അപ്പോൾ നമുക്കിനി ഇത് ഫ്രീസറിൽ വെക്കുക. അപ്പോൾ കറക്റ്റായിട്ട് ഐസ്ക്രീം ആയി കിട്ടും. പിന്നെ സെർവ് ചെയ്യുന്നേക്കാളും 10 മിനിറ്റ് മുമ്പ് പുറത്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് സെർവ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ ആ കല്ല് പോലെ ഇരിക്കും. അപ്പോൾ എന്താ പറയുക, നമ്മൾ ഗസ്റ്റൊക്കെ വന്ന് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ആ സമയത്ത് ഒരു 10 മിനിറ്റ് മുമ്പായിട്ട് പുറത്തെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഐസ്ക്രീം സെർവ് ചെയ്യുന്ന സമയമാകുമ്പോഴേക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഐസ്ക്രീം നമുക്ക് സ്കൂപ്പ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഇതങ്ങ് ക്ലോസ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഇതങ്ങ് ഫ്രീസറിലോട്ട് എടുത്ത് വയ്ക്കാം. സെറ്റായതിന് ശേഷം സ്കൂപ്പ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഐസ്ക്രീം സെറ്റായിട്ടുണ്ട്. അപ്പോൾ മിനിമം ഒരു 6 മണിക്കൂറെങ്കിലും നമ്മൾ സെറ്റ് ചെയ്യാൻ ഫ്രീസറിൽ വെക്കണം. ഫ്രീസറിലാണ് വെക്കേണ്ടത്, ഫ്രിഡ്ജിലല്ല. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഫ്രീസർ തുറന്ന് നോക്കാൻ പാടില്ല. അപ്പോൾ പിള്ളേരുടെ അടുത്തൊക്കെ പറയുകയാണെങ്കിൽ അമ്മ ഐസ്ക്രീം ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെന്ന് പറയുകയാണെങ്കിൽ കുട്ടികളുടെ കാര്യം അറിയാലോ, ഇടയ്ക്കിടയ്ക്ക് പോയി തുറന്ന് നോക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫ്രീസിങ് ടൈം കൂടുതലാവും. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഓവർനൈറ്റ് ഇപ്പോൾ രാത്രിയൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ രാവിലെ ആകുമ്പോഴേക്കും അത് കറക്റ്റായിട്ടുണ്ടാവും. ഞാൻ സാധാരണ രീതിയിൽ അങ്ങനെ ചെയ്യാറ്. അതല്ലെങ്കിൽ 5 മുതൽ 6 മണിക്കൂർ സമയം ഇതിനുള്ളിൽ തന്നെ ശരിയായി കിട്ടും. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. 10 മിനിറ്റ് മുമ്പ് ഞാൻ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം കണ്ടില്ലേ, ഐസ് ക്രിസ്റ്റൽസ് ഒന്നും ഫോം ചെയ്തിട്ടില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഐസ്ക്രീമായിട്ട് തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് സ്കൂപ്പ് ചെയ്തിട്ട് സെർവിങ് ബൗളിലോട്ട് മാറ്റാം. ഒരു സെർവിങ് ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ സ്കൂപ്പ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ സ്കൂപ്പ് ചെയ്തിട്ട് കഴിക്കാം. അപ്പോൾ ഇത്രയുള്ള പരിപാടി. അടിപൊളിയായിട്ടുള്ള ഈസി ആൻഡ് സിമ്പിൾ വാനില ഐസ്ക്രീം. അപ്പോൾ നമുക്ക് നമ്മുടെ ഐസ്ക്രീം ഒന്ന് ടേസ്റ്റ് ചെയ്താലോ? മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. ഞാൻ സാധാരണ തണുപ്പ് അധികം കഴിക്കാറില്ല. നല്ല നിങ്ങൾക്ക് വേണ്ടി ടേസ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അടിപൊളി. കറക്റ്റ് മധുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് മധുരമാണ് എനിക്ക്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് സ്വീറ്റ്നെസ് ലെവൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ യു. അപ്പോൾ വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ. അതേസമയം നല്ല ടേസ്റ്റിയാണ്. നമ്മൾ ഉണ്ടാക്കുന്ന ഐസ്ക്രീം ആയതുകൊണ്ട് പ്രിസർവേറ്റീവ്സ് ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് കുട്ടികൾക്ക് കൊടുക്കാം. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. ഇത് 18 തരാം. അപ്പൊ അതിനുള്ളതുണ്ട്. 50.8 വകയുണ്ട്. ഫസ്റ്റ് റിയാക്ഷൻ എന്തായിരുന്നു? അത് ക്യാമറ ഓൺ ആയിരുന്നു. അത് കിട്ടാൻ വേണ്ടിട്ട് ഞാൻ കൊണ്ടുവന്നു. പാക്കറ്റിൽ കണ്ടപ്പോ എന്തോ പോലെ തോന്നി. പക്ഷേ